ഹായ്, ഞാനിത് ഇങ്ങനൊരു അവസരത്തിൽ പറയണമെന്ന് വിചാരിച്ചില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലാണ്. ഇപ്പോഴേക്കും ഇത് പറയണമെന്ന് വിചാരിച്ച ഒരു കാര്യമാണ്. ബീങ് ഹർ സിസ്റ്റർ എന്നുള്ള പോയിന്റിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായിട്ട് ഭയങ്കര അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു ടാഗ് കൊണ്ട് നടക്കുന്നത്. എനിക്ക് അനശ്വര രാജന്റെ ചേച്ചിന്ന് നിങ്ങൾ ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോഴോ അല്ലാതെയോ എവിടെയെങ്കിലും മെൻഷൻ, എൻ്റെ അടുത്ത് കുറെ പേര് ചോദിച്ചതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. എനിക്ക് അങ്ങനത്തെ യാതൊരു ഐഡന്റിറ്റി ഇഷ്യൂസും ഇല്ല. ബിക്കോസ് അങ്ങനെ ഒരു അനശ്വര എൻ്റെ ലൈഫിൽ ഇല്ലായിരുന്നുവെങ്കിൽ മേ ബി നിങ്ങൾ, ഞാൻ പറഞ്ഞത് കേൾക്കാൻ നിങ്ങളോ നിങ്ങളോട് ഇത് പറയുന്ന ഈ ഞാനോ ചിലപ്പോൾ ഉണ്ടാവുമായിരുന്നില്ല. അത് മാത്രമല്ല, ഡെഫിനറ്റ് ആയിട്ടും അങ്ങനെ ഒരു അനശ്വര എന്നെ സേവ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോ ഒരു കല്യാണം എന്താന്ന് പോലും അറിയാത്തൊരു ഏജിൽ കല്യാണമൊക്കെ കഴിച്ച് ലൈഫ് ഭയങ്കര സ്റ്റക്കായി. ഇപ്പൊ കല്യാണം കഴിക്കുന്നത് മോശം എന്നല്ല പറഞ്ഞത്, പക്ഷെ കല്യാണം എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിട്ട് വേണമായിരുന്നു കല്യാണം കഴിക്കേണ്ടത്. പക്ഷെ അതൊന്നും അറിയുന്ന ഒരു പോയിന്റിലായിരുന്നില്ല ഞാൻ കല്യാണത്തെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചത്. ഐ മീൻ എന്റെ കല്യാണത്തെ പറ്റിയൊക്കെ ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പൊ ഒരു കല്യാണമൊക്കെ കഴിച്ച് നടുവേദനയൊക്കെ കൊണ്ട് ഒരു കുട്ടീനെയൊക്കെ കൊണ്ട് നടക്കുന്നൊരു ഞാനായിരുന്നേനെ. സോ എന്റെ ലൈഫിൽ എന്നെ എല്ലാ തരത്തിലും സേവ് ചെയ്തു എന്നൊക്കെ പറയുന്ന ഒരാളാണ് എനിക്ക് എൻ്റെ അനശ്വര. അപ്പം ബീങ് ഹർ സിസ്റ്റർ എന്നുള്ള ടാഗ് എനിക്ക് എപ്പോഴും സന്തോഷമാണ്. എനിക്ക് എപ്പോഴും മീൻസ് ലൈഫിൽ ആദ്യമായിട്ട് നിങ്ങളോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു എന്ന് പറഞ്ഞതെന്ന് ഒരു പോസ്റ്റിന് താഴെ ഞാൻ കമന്റ് ചെയ്തു മൈ സിസ്റ്റർ എന്ന്. അപ്പൊ അതിന് താഴെ കുറെ ആൾക്കാർ കമന്റ് ചെയ്തു, ഓ സിനിമ നടി അതിന് ശേഷം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് നമ്മളെ വേണ്ടപ്പെട്ടവരെ ഇഷ്ടമുള്ളത് വാങ്ങിച്ചു എന്ന് പറയണമെങ്കിൽ ഫിനാൻഷ്യലി ഒന്ന് സെറ്റിൽഡ് ആയാൽ മതി. അതിന് സിനിമയിലൊന്നും അഭിനയിക്കണമെന്നില്ലല്ലോ. പക്ഷെ എത്ര പേര് എത്ര സിബ്ലിംഗ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളടുത്ത്. എന്റെ സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒമാൻ പോയപ്പോ അവൾ എൻ്റെ അടുത്ത് നമ്മളൊരു മോളിൽ പോയി പറഞ്ഞിട്ടുണ്ട്, അയച്ചു നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചോ, നമ്മൾ അതിനാണ് വന്നതെന്ന്. എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഒരാൾ പറഞ്ഞത് എന്റെ സിസ്റ്ററാണ്. അപ്പൊ എനിക്ക് അങ്ങനത്തെ യാതൊരു കുഴപ്പമില്ല. ഞാനത് ഭയങ്കര സന്തോഷത്തോടെയാണ് അതിങ്ങനെ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് എന്റെ മുന്നിൽ ഇങ്ങനെ ഒരു വ്യൂ ഉള്ളത്. ഞാൻ ഇത് പറയാൻ ഒരുപാട് സ്ഥലം ചൂസ് ചെയ്തു, പക്ഷെ മേ ബി ഇതായിരിക്കും അതിന് പറ്റിയൊരു സ്ഥലം. സോ ഓക്കെ ഗൈസ്, ബൈ.